സാറേ സാറേ പറഞ്ഞു. ഓക്കെ, നമുക്കപ്പോൾ ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. വെയിറ്റ് സാധനം കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ മറ്റേ മുതുക്കിലെ ആള് ഇതായിട്ടായിരുന്നു കിടന്നത്. അപ്പം സൗണ്ട് സാറേ. എടുത്തു. സാറിന് കാണാമോ? There was a girl. I asked her name, so she said some name I don't remember, and she asked my name. I said Poli Sharath. So this guy came and said എൻ്റെ പേര് പൊളി ഇല്ലാത്ത ശരത്ത്. So I respectfully asked him, okay, അങ്ങോട്ടേക്ക് മാറി നിൽക്കി, അങ്ങോട്ട് മാറി. Okay, she was very rude and abusing me. So he was abusing me. I ran away, and when I was in the beach, he came and hit me with the car, and he get down from his vehicle and hit me. ഇങ്ങനെ ഹലോ മേഡം, മേഡത്തിന് അത് കാഫിയാണ്. Being very bad communication. I hope will get നീതിയാ ഇത്ര ഇംഗ്ലീഷിൻ്റെ ഇടയ്ക്ക് നീതി മലേ. In his car there was a name Chandra Bose. I hope he will get ചന്ദ്ര സാറേ. Oh, okay. സാറേ ഒരു കേസ് ഉണ്ടായിരുന്നേ. അത് കേസ് കണ്ടായിരുന്നു, കേസ് ഫയൽ ഉണ്ടായിരുന്നു, കേസ് ഫയൽ വായിച്ചായിരുന്നു. ഇപ്പം സാർ എന്റെ കൂടെ പിടിച്ചോണ്ട ആൾക്കാരൊന്നും ചെയ്യില്ല സാർ. അവര് എന്താ അറിയേണ്ടി വന്നതാണ് സാർ? അല്ല അവരെ പുറത്തോട്ട് ഇറക്കിയെന്നുള്ളൂ. അപ്പൊ പോലീസരത്ത് എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. ആളുടെ മർഡർ ചെയ്തു, അസോൾട്ട് ചെയ്തു, കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. മർഡർ ചെയ്തിട്ടില്ല, മർഡർ ചെയ്തിട്ടില്ല സാറേ. മർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റില്ല. പുള്ളി നോക്കൗട്ട് ആയതെന്നാണ് ഉദ്ദേശിച്ചത്. നോക്കൗട്ടായി, തല ഇറങ്ങി വീണു അല്ലേ? സാറതോ ഫിസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ്. ഇല്ല സാറേ, ഞാനൊരു അടി കൊടുത്തായിരുന്നു സാറേ, പക്ഷെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല സാറേ. പക്ഷെ ആളിപ്പം നമുക്കൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടേ സാറേ. ആളൊന്ന് വിളിപ്പിക്കാൻ പറ്റുമോ? ആള് മണ്ടക്കുണ്ടല്ലോ. എന്നാ സാറേ സംസാരിക്കുന്നു. സാറേ ഈ കേസില് സാറേ അലീന എന്ന് പറഞ്ഞ ആള് ഈ കേസില് പാർട്ടടാ. ആ ഗേളിനെ മെൻഷൻ ചെയ്തില്ലേ സാറേ? സാർ ഒരു സെക്കൻഡ് സാർ കേൾക്കുന്നുണ്ടോ സാർ? ഓക്കെ സാർ, അപ്പൊ ആ കേസിലുള്ള ഗേൾ ഇല്ലേ, ആ ഗേളാണ് പുറത്തേക്കുന്നത്. പുള്ളിക്കാരത്തെ കൂടെ ഒന്ന് വിളിക്കാവോ? എന്നാ കുറച്ച് ക്ലാരിറ്റി ഇട്ട് വരോ? ഓക്കെ പിടിച്ചിട്ടുണ്ട് ആള് ജയിലിൽ. പറയുന്ന ആളുടെ കുടുംബ പേരാണ്. ആളുടെ ശരിക്കുള്ള പേര് വേറെയാണ്. പുള്ളി സെല്ലിൽ ഇരുന്നാന്ന് തോന്നുന്നു കോൾ കൊടുത്തു. അകത്ത് കയറി വാടി, പുറത്തുനിന്ന് കേട്ടാ. കണ്ണൊന്നും എന്റെ ഇല്ല. ചന്ദ്രൻ സാറേ ഇങ്ങോട്ട് വാ. സാറേ ആ ഗേള് നമുക്ക് മണ്ടയ്ക്ക് വരുന്ന സംസാരിക്കാം. ചന്ദ്രനെ പുറത്തു വിട്ടേ. ചുമ്മാടാ, അവന്റെ ബിസിനസ് മാൻ്റെ അരി എല്ലാം പോയി കുത്തുപോലെടുത്തിക്കുമ്പോ അവന്റെ ബിസിനസ് മാൻ. സാറും ഈ മാമും ബാക്കിയുള്ളവരൊന്ന്, മാമും ചന്ദ്രൻ സാറും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളവരൊന്ന് പോവോ? സംസാരിക്കില്ല, അവരോട് ഇരുന്നോളൂ. ബുദ്ധിമുട്ടുന്നുണ്ടോ? സൂര്യ സംസാരിക്കല്ലേ? എന്താണ് ഇടിച്ചെന്ന് ഉറക്കും, മനസ്സിലായ? ഒന്നുമില്ലടാ, പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നിന്നെ ഇടിച്ചങ്ങ് ഉറക്കും നിന്നെ, കേട്ടാ? നീ കേസ് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ചവിട്ടി അങ്ങ് കീറും നിന്നെ. മനസ്സിലായ? അവിടെ നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ല. ചോര തെറിച്ചു കേട്ടോ.
ഇരിക്കാൻ പറ അവിടെ ഇല്ല അവന്റെ അടുത്ത്. കൊത്തുവിനെ കൊന്നെന്ന് പറഞ്ഞത് ആ. ചന്ദ്രു ഈ ഇരുത്ത് എങ്ങനെയുണ്ട് ചന്ദ്രു? ഹലോ കേസുണ്ടാണ് കേസുണ്ടാണ് കേസല്ല പൈസ ഇല്ലാതെ എന്തിന് എന്ത് അരി പറക്കാനാണ് ഇവിടെ വന്നത്? കേസ് കാശാവും കോടികളാവും. വക്കീലിനെ വിളിച്ചു കഴിഞ്ഞാൽ കോടികളാവും കൊടുക്കാണ്ടല്ലേ. കാരണം നിന്നെ പുറത്തിറക്കുമ്പോ ഞാൻ തട്ടും എന്തായാലും. അത് രണ്ടാമത്തെ കാര്യം. നീ മരിക്കാൻ പോണ ആൾ എന്തിനാ ഇത്ര കാശ് സെൻഡ് ചെയ്യണേ? ഇത് കേസായിട്ട് നീ പോവാണെങ്കിൽ നിന്നെ തട്ടും ഞാൻ എന്തായാലും. നീ ഇറങ്ങി ഓടിയട്ടാ. അറിയത്തില്ല. നീ പറയണ അവനാണ് മറ്റേ ഡയലോഗ് അടിച്ചത്. അവിടെ നിന്ന് എന്നെ കൊണച്ചെന്ന് പറഞ്ഞ എന്റെ അടുത്ത് കേട്ടാ. ഞാൻ പറഞ്ഞ എല്ലാത്തിനും യെസ് 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 ഓക്കെ. ഇല്ല ഞാനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണ്ട. തോന്നുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒറ്റയായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തിനു ഞാൻ ചെയ്യണം? പേടി പോയാടേ. സ്ലോ മോഷനിലൊക്കെ കടന്നു. ഡേ വാ ഇവിടെ ഇരി. നിനക്ക് എവിടെയാണ് വേദന? ഇടിച്ചല്ലേ? ഇവിടെ തലയുടെ സൈഡില്. കൊട്ടച്ചൊക്കെ അതിനൊക്കെ ഒരു 500 രൂപ അങ്ങോട്ട് തരും. 500 എന്താ എന്നാ ഒരു 1000 രൂപ തരാം. കേസങ്ങ് ഒതുക്ക്. കേസ് ക്ലോസ് ചെയ്യ്. ഞാന് ഇന്നലെ വന്നിട്ടുള്ള എന്റെ പൈസ ഒക്കെ തീർന്നു. വെള്ളടിച്ച് കാശ് കയറും. കുടിക്കാൻ വേണ്ടി സിറ്റി വന്നേ? അല്ലല്ല, വെള്ളം കുടിച്ച് തീർത്തു. വെള്ളവും ഫുഡൊക്കെ കുടിച്ചപ്പോ തീർന്നു പൈസ. തീർന്നു കാശ് തീർന്നു. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്താ ഇപ്പൊ നമ്മളെന്തായാലും നിന്നെ തട്ടാനാണ് പ്ലാന്. നമ്മൾ ആൾക്കാരെ പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നീ ഇങ്ങനെ പാവം പോലെ സംസാരിക്കുന്നതാണോ? കറുത്ത ഷർട്ട് നീല പാന്റ് എവിടെ കണ്ടാലും അടിച്ചോന്നാ പറഞ്ഞിരിക്കുന്നത്. കാറ്റടിച്ചായിരുന്നു ചന്ദ്രു വണ്ടിയില്? ഹലോ സർ, ഡൊമിറ്റോ പെട്ടി അഡ്രസ്സാ? സാർ ഞങ്ങളൊരു കേസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് കേസ് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്ന ഓഫീസർ ഇവിടെ ഇല്ല ഇപ്പൊ. ആണോ? ആരായിരുന്നു കേസ്? ചന്ദ്രബോസിന്റെ കേസും കാര്യങ്ങളും സാറിന് അറിയണതാണ്. അല്ല, ചേട്ടന് അറിയണതാണ് ഇവന്. അല്ല, പോലീസിനെ. ഹലോ, പോലീസ് സ്റ്റേഷന്റെ പേര് അതെ. എന്റെ ഇംഗ്ലീഷ് കൊള്ളാം കേട്ടോ. ലാസ്റ്റ് അത്രയും നന്നായിട്ട് ഇംഗ്ലീഷിലെ നീതിന്ന് മംഗ്ലീഷില് എഴുതാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഇത് തന്ന കേസ് ഫയൽ അല്ലാണ്ട് വേറെ നിങ്ങൾ എന്തെങ്കിലും കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ, ഇതാണ് എന്റെ അടുത്തുണ്ട്. നമുക്ക് എനിക്ക് കേസൊന്നുമില്ല സാർ, ഇയാൾക്കാ കേസുള്ളത്. പറയൂ, എന്തായിരുന്നു? എങ്ങനെ കേസിന്റെ ഇത് എടുക്കാം? ഡോക്യുമെന്റ് എങ്ങനെ എടുക്കാം? T/documents. ഷോ അല്ല, കോപ്പി തരണേ. എങ്ങനെയാ? അത് എന്റെ ഇത് വെച്ചിട്ട് ഈ ഞെക്കി കഴിഞ്ഞാൽ എന്റെ വരും. എനിക്ക് കിട്ടിയായിരുന്നു. Was a girl, I asked her name, so she said, okay. പോലീസ് ശരത്ത്. ഓക്കെ, പോലീസ് ശരത്ത് എന്റെ കൂടെ ഒരു ചോദിക്കട്ടെ, ഇത് നിങ്ങളുള്ള ഇതിനകത്തുള്ള ആൾക്കാരല്ലല്ലോ? അത്യാവശ്യമല്ല, കണ്ടുവന്നവരും ദൃസാക്ഷികളും ഇത് പറയുന്ന പെൺകുട്ടിയാണുള്ളത് ഇവിടെ. ആണോ? ഓക്കെ, വിളിക്കാം. നിങ്ങള് പോയിട്ട് വരും സാറേ. ഡോക്യുമെന്റ് സാറേ, ഡോക്യുമെന്റ് കോപ്പി സാറേ, ഡോക്യുമെന്റ് കോപ്പി ഇട്ടോ ഒന്ന് വായിക്കാൻ. സാർ, ഞങ്ങൾക്ക് വായിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അത് ഇദ്ദേഹത്തിന്റെ അല്ലേ കംപ്ലൈന്റ്? ഇദ്ദേഹത്തിന് തരാൻ പറ്റുള്ളൂ.
നിങ്ങളത് കത്തിച്ച് കളയരുതിട്ടാ. ഏയ് ഇങ്ങനെയല്ലോ ഏയ് ഇന്ത്യക്ക് നമ്മൾ അങ്ങനെ പിന്നെ ചെയ്യൂ എന്തൊക്കെയാ എങ്ങനെ എക്സ് അല്ലേ? അല്ല ഈ കിട്ടി ചന്ദ്രൻ എന്റെ അടുത്ത് നോക്കി കയ്യില് സിഗരറ്റ് ഒക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ സിഗരറ്റ് വലിച്ചെന്ന് പറഞ്ഞു. ലിക്കർ കയ്യില്. വാവ്, അതുകൊണ്ടല്ലേ സോ ഗുഡ്, പിന്നെ കൊണ്ട് ഉടനെ കൊണ്ട് തന്നെ. സോ നൈസ്. ഒരു സെക്കൻഡ്. ആ മുട്ടേനെ കണ്ട് എവിടോ പരിചയം ഉണ്ടല്ലേ ചന്ദ്രു? ചന്ദ്രു എന്താ എന്താ എന്താ? അല്ല മുട്ടേനെ കണ്ട് എവിടോ ഒരു പരിചയമുള്ള പോലെ. പല വേഷത്തി വരുന്ന കേട്ടുള്ളൂ. ഇപ്പൊ പീഡി വേഷത്തി കണ്ട് സത്യം 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 ഇപ്പൊ പോയില്ലേ? മുറിയിലോട്ടും കൊണ്ടുപോയി. അവൻ അതിൽ എഴുതിയിരിക്കുന്നുണ്ടോ? ഐ റെസ്പെക്ട്ഫുള്ളി സെഡ് അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങോട്ട് മാറി ഇരിക്കുന്നു. അവന്റെ കംപ്ലൈന്റ് ഉണ്ടോ പട്ടീര? അവനെ അടിച്ചിടണ്ടേ അപ്പൊ തന്നെ അവനെ. ഈ സ്പോട്ടിൽ അവനെ കൊന്നെറിയാനാ തോന്നി എനിക്ക്, സത്യം പറയല്ല. വെറും 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 റാസ്കൽ. വെയിറ്റ്, ഹലോ, എനിക്കൊരു 5 കോടി തരൂ, ഞാന് കേസ് പിന്മാറിക്കോളാം. പൈസ ഇല്ലാത്തോണ്ടാ. കേട്ടില്ല. ഒരു 5 കോടി. ഓ 5 കോടി? പൈസ ഇല്ലാത്തോണ്ടാ സത്യം. ഓ 5 കോടി, 5 കോടി ഞാൻ തരണം. ഹായ് സാർ, ഹലോ ഹലോ. വരൂ. കഴിഞ്ഞില്ലേ? ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ. ചീഫ് എന്ന് പറയണം. ചീഫ് സൂര്യ ബോസ്. അങ്ങനെയൊന്നുമില്ല. ഗേൾസ് ഇരുന്നെന്താ കുഴപ്പം? അത്ര മതിയോ? അയ്യോ എടി, അവൻ നിനക്ക് ഒരു വണ്ടി വാങ്ങിച്ചു സ്നേഹത്തോടെ നിന്നെ ഇത്രയും ട്രീറ്റ് ചെയ്ത അലീന, നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ടേ അവനെ കൈവെക്കാൻ നിനക്ക്? എന്തോ നാളെ അവന്റെ ഫോട്ടോ ഇതില് വരണമെന്ന് പറഞ്ഞു ചീഫിന്റെ അവിടെ. എന്താ സ്വഭാവം നിന്റെ? എന്ത് സ്വഭാവം നിന്റെ? അച്ഛന്റെ ഫോട്ടോ തള്ളയാണോ? നീക്കൊരു തള്ളയാണോ? നീക്കൊരു അമ്മയാണോ? അപ്പ മാതിരിയാണെങ്കിൽ അകത്ത് മറ്റേ വാണ്ടഡ് ലിസ്റ്റിൽ കുറെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൽ വരണേ. ചന്ദ്രബോസേ, ഇദ്ദേഹം പറഞ്ഞ കാര്യത്തില് നിങ്ങൾക്ക് എന്തൊക്കെ മറിച്ച് പറയാനുണ്ട്? ഐ മീൻ ഞങ്ങളുടെ സൈഡ് പറഞ്ഞ ഞങ്ങളുടെ സൈഡ് പറയുവാണെങ്കിൽ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാള് എൻ്റെ ഗേൾഫ്രണ്ട് അടുത്ത് പേര് ഇതൊക്കെ ചോദിക്കുമായിരുന്നു. അന്നേരം അവള് ആണെങ്കിൽ പേര് പറഞ്ഞു. ഇതുപോലെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ഇയാളാണെങ്കിൽ വേറെ ഇയാള് സംസാരിച്ച് അപമര്യാദയായിട്ട് പെരുമാറി. അതായത് ഇയാൾ സംസാരിച്ചു, അതായത് അയാൾ സംസാരിച്ചു സിംഗിൾ ആയിരിക്കും അല്ലേ, കണ്ടിട്ട് സിംഗിൾ ആണെന്നല്ല തോന്നുന്നത്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പൊ എനിക്കത്, ഞാൻ അടുത്തുണ്ടായിരുന്നു ആസ് എ ബോയ് ഫ്രണ്ട്, എനിക്കത് കേട്ടപ്പോഴത്തേക്കും കുറച്ച് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അലീന? അത് കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ ചോദിച്ചു പേരെന്താന്ന്. അന്നേരം പറഞ്ഞ് പൊളിശരത്ത്. അപ്പൊ എനിക്ക് ആ മനസ്സിൽ ആ ഒരു ദേഷ്യം ഓൾറെഡി ഇങ്ങനെ എനിക്കിങ്ങനെ ഇരിക്കുവാണ് ഇങ്ങനെ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ പൊളിയാത്ത ശരത്ത് എന്ന് പറഞ്ഞു. അന്നേരം ഇയാള് ഭയങ്കര റേജായിട്ട് എന്നാ നീ അങ്ങോട്ട് പോയി മാറിയതി അങ്ങനെ എൻ്റെ അടുത്ത് റേജായിട്ട് പറഞ്ഞു. സാർ അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഹേർട്ടായത്. നല്ല വിഷമം. അപ്പോഴത്തേക്കും ഇതുപോലെ ഇയാൾ എൻ്റെ അടുത്ത് കയറി ചൂടായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചൂടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അലീനയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അലീന ആളൊന്ന് കൈവയ്ക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി സാറേ. കൈവച്ചു അലീന. അപ്പൊ തന്നെ ആളുടെ ബോധം പോയി. അപ്പൊ മർമ്മത്താണ് അലീന കയറി ആക്രമിച്ചത്.
പണ്ട് കരാട്ടെ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പച്ച ഡ്രസ് ടെഡി ബെയറിന്റെ സാറേ അപ്പൊ എവിടാണ് അങ്ങനെ കൈവെക്കേണ്ട സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നത്? അല്ല, ഒരാളുടെ അടുത്ത് ഈ പറഞ്ഞ ആള് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു തെളിവോ അല്ലെങ്കിൽ വേറെ ഒരു ഇത് ഞാൻ കേട്ടു. ആ കേട്ട സാക്ഷിയാണ്, സാക്ഷി നമ്പർ. ഞാൻ കേട്ടു. സാറിന് എനിക്ക് പണ്ട് അറിയില്ലേ, കള്ളം പറയാറില്ല സാർ. അയ്യോ, ഇരുന്നോടം കുഴിക്കുന്ന വേണ്ട വേണ്ട വേണ്ട. അല്ല സാറേ, അലീനയ്ക്ക് ഒരു ബന്ധം പറ്റിയാണ്. പക്ഷെ അലീനയുടെ സൈഡിലാണ് ന്യായം. കാരണം ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കാര്യം അറിയാലോ. ഇപ്പൊ തന്നെ മുട്ടി മുട്ടി നടക്കണം. ഇന്ന് പറ്റൂല സാറേ, ഇന്ന് പറ്റൂല. സാറേ ഇത് കേസ് പിൻവലിക്കാവുന്നേ. അവിടെ ഒരു സമാധാന ചർച്ചയാണ് സാറേ, നടക്കട്ടെ എന്ന്. ഇവ എന്റെ അടുത്ത് വൃത്തിയോട് സംസാരിച്ചു സാർ. ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതിട്ട് എനിക്ക് തരൂ. അല്ല, പരാതി ഉള്ളത് നമ്മൾ എടുക്കണം. അതെന്താ കൗണ്ടർ ഫയലിംഗ് ആണോ എന്ന് നോക്കിയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് നമ്മൾ തെളിവിന്റെ ബേസിസിലാണ്. അതായത് തെളിവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇയാള് ചത്തെന്ന് പറയുന്നത് അതിനെന്തെങ്കിലും തെളിവുണ്ടോ സാർ? കൊല്ലുന്ന ആരെയും കണ്ടോ? ഇരിക്കുന്ന ആരെയും? കാരണം നിനക്ക് അത്രേ വയ്യ. പെണ്ണിന്റെ അടി കൊണ്ട് വീണപ്പോ തന്നെ നിന്റെ പകുതി നാണം പോയി. അവിടെ ഇത് പകുതി ജീവൻ പോയി. ആണായാലും പെണ്ണായാലും കറക്റ്റായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ആരാ വീഴാത്ത? അത് സത്യം സാർ. പ്രൂഫ് ഉണ്ടോ സാർ? ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നോക്കട്ടെ. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നോക്കട്ടെ. അപ്പോ സാറേ നല്ല ഊമ്പി ആർപ്പി. എന്നാ നിന്റെ തന്തയുടെ ആർപ്പി പോയി കാണും മോനെ. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഈ പറയുന്ന ആളുടെ പേരാണ് ചന്ദ്രബോസ്. ഹലോ, പോലീസ് അന്ന് നമുക്കിവിടെ അലീനടുത്ത് അപമര്യാദ പെരുമാറിയോ തന്നെ നമ്മള് കേസ് കൊടുത്ത് അവനെ സംസാരിച്ചോണ്ടിരിക്കുക. വരുന്നു കേട്ടോ, ഞാൻ വരുന്നേ. ഭരചന്ദ്രനുണ്ടോ അവിടെ? ഭരത്തില്ല. അവിടെ വേറെ ആരൊക്കെ ഉണ്ട്? ഇവിടെ വേറെ ഇവിടെ എനിക്കാണ് ഇപ്പം ഡ്യൂട്ടിയിലുള്ള ശുക്ലാംബരൻ. ശുക്ലാംബരൻ പേരാ. അവന്റെ ശുക്ലം ഞാൻ ചോദിക്കുമല്ലോ. ഞാൻ വരട്ടെ അങ്ങോട്ട്. സാർ അത് ഇതാണ് ഓഫീസറുടെ പേരാണ്. ഓഫീസർ, അത് ഓഫീസറിന്റെ പേര്. അവനെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന ഉദ്ദേശിച്ചത്. പെട്ടെന്ന് വരുന്നു കേട്ടോ. പണിയാണ് ഈ കാണിക്കുന്നേ. കുറച്ചു മുന്നേ എന്തോ പറഞ്ഞേ? എന്താ പറഞ്ഞേ? പറഞ്ഞോണ്ടല്ലേ ഞാൻ എല്ലാത്തിനും എസ് പറഞ്ഞേ. ഇതൊക്കെ നിന്റെ കേസായിട്ടില്ല. ഇത് സ്ട്രോങ് അല്ലേ? ഇതിപ്പോ അവരല്ലേ അകത്തൂത്തുള്ളൂ. എന്നെ കൊണ്ടുപോകും. ഞാൻ കണ്ണിന്റെ കയ്യിലോട്ട് തരാവുന്ന അതെന്റെ ഓൾറെഡി തന്നു. കൊച്ചടിക്കല്ലേ ഇങ്ങനെ. ബാലനെ അടിക്കണം എന്ന് പറഞ്ഞ അടുത്ത പ്രശ്നമാകും. ചന്ദ്രബോസ്, സാർ പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന ആൾക്ക് നിങ്ങളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? സാർ എവിഡൻസ് പറഞ്ഞാൽ ദൃക്സാക്ഷി ഉണ്ട്. നമുക്ക് ഇയാൾക്ക് ദൃക്സാക്ഷി ആരും ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ദൃക്സാക്ഷി ഉണ്ട്. അതാണ് ഈ ദൃക്സാക്ഷിനെ മുഖവിലേക്ക് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ദൃക്സാക്ഷി എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്. എന്റെ മോനുണ്ട്. പിഞ്ച് കുട്ടി മനസ്സിൽ കള്ളവരുന്നതാണ്. പിഞ്ച് മനസ്സിൽ കള്ളമില്ലെന്നല്ലേ സാറേ? എന്തെങ്കിലും ബോഡി ക്യാം വിഷ്വൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെക്കോർഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ? ബോഡി ക്യാം ഒന്നും വെക്കാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു അന്നേരം. മാഡത്തിന്റെ ഭീഷണിപ്പെടുത്തുന്നു. കൊച്ചിനെ കരയിപ്പിച്ച് പിഞ്ച് മനസ്സിനെ വേദനപ്പെടുത്തി സാറേ. എന്താണോ താൻ കാണിക്കുന്നേ? കുഞ്ഞു പിള്ളേരെ കരയിപ്പിക്കുന്നുണ്ട് എന്ത് സുഖം കിട്ടുന്നത് എനിക്ക്? ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ കാണിക്കേണ്ടത്. ഞാൻ ഇവനെ പോലെ പാവമായിട്ട് സംസാരിക്കാൻ പോവാ. പാവമായിട്ട് സംസാരിക്കുന്നത് തന്നെയല്ലേ ഇതിന് മാനദണ്ഡം. ഓരോരുത്തരും പറയുന്നു, അതിനകത്തുള്ള പ്രൂഫ് ഇല്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രൂഫ് ഉണ്ടോ സാർ? അവന്റെ നമ്മുടെ പൈസ തട്ടിപ്പാണ് സാറേ ഇതിന്റെ മെയിൻ. സാറേ, അങ്ങനെ ഒരാളുടെ കയ്യിന്ന് പൈസ വാങ്ങരുതല്ലോ. നമുക്ക് അധ്വാനിക്കാനുള്ള
സാറേ നമ്മുടെ ഗാർഡിയനാണ് സാർ, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമൂത്ത ആളാണ് ഞങ്ങളുടെ കുടുംബത്തില്. അപ്പൊ ആൾക്ക് സംസാരിക്കാം. ഇതാരാ? സാർ, ഒരു അമ്മയുടെ ബാഗ് പിടിച്ചോ. തീർന്നു മതി. ഇതിന് അവിടെ കേസ് അതാണ് ജോക്കി. നമ്മുടെ വല്യച്ഛനാ സാറേ, നമ്മുടെ വല്യച്ഛനാണ്. ഒന്ന് വിളിക്കാത്തൊരു കൊണ്ടുവരാൻ പറ്റുമോ? ആള് വന്നതാണ്, ഞാൻ തുറന്നു കൊടുത്താണ്. ഇപ്പൊ ആളോടിപ്പോയി. എന്തായാലും ശരത്ത്, ഞങ്ങൾ എന്തായാലും ഇതിനെ അന്വേഷിച്ച് ഞാൻ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് വെക്കട്ടെ. നമ്മുടെ പോലീസ് ഓഫീസർ വന്ന് നോക്കിട്ടെ. മോശമായിട്ട് പെരുമാറും സാറേ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല സാറേ. എന്നിട്ട് ഞാൻ എന്തായാലും നീ കൊള്ളാവലോടി വേണേ ഇങ്ങനെയൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോ സാറേ, ഒരു ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്കത് കണ്ടപ്പോ തന്നെ എനിക്ക് അവനെ ഇടിക്കാനാണ് തോന്നിയത്. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് കുറച്ച് കളിയാക്കി സംസാരിച്ചവനെ. അന്നേരം അലീനയ്ക്ക് അത്രയും പൊളിഞ്ഞിട്ട് അലീന കയറി കൈ വെച്ച് മർമ്മത്തി കൊണ്ട് ആള് അപ്പൊ തലയിറങ്ങി വീണ്. വിഷയം റഷീദിന്റെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നീ ഇങ്ങനെ പെൺപിള്ളേരുടെ ഇങ്ങനെ അവന്മാരായിട്ട് പെരുമാറുന്ന ശരിയായിട്ട് തോന്നിയോ? അല്ല ശരിയാ അല്ലല്ല ശരിയായിട്ട് തോന്നി. ശരിയാണോ തെറ്റാണോ? അദ്ദേഹം സംസാരിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അത് അപമര്യാദയായിട്ട് തോന്നിയതായിട്ടാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നീ കൊള്ളാവല്ലോടി പെണ്ണെ ഇങ്ങനെ പറയുന്നത് സാറേ. അതില് അണ്ണു പറയൂ. ഈ മിസ്റ്റർ പോളിശരത്തിനെ ദേഹോപദ്രം ചെയ്തു എന്നുള്ളതായിരുന്നു പോളിശരത്തിന്റെ പരാതി. അത് മുഖാന്തരം ഇവരും വന്നിരുന്നു സ്റ്റേഷനില്. ദേഹോപദ്രം കയ്യേറ്റം. ആയതിനാൽ ഈ ചന്ദ്രബോസും അലീനയും പറഞ്ഞത് അലീനയുടെ അടുത്ത് അപമര്യാദയായിട്ട് ഇദ്ദേഹം പെരുമാറി. ഈ പോളിശരത്ത് എന്നുള്ള വ്യക്തി അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളത്. എന്ത് പേരല്ലേ സാർ അവന്റെ? എന്തൊരു പേരാടാ, മാന്യന്മാർക്ക് ഇടാൻ പറ്റിയ മോശക്കാർക്ക് പേര് മാറ്റണം കേട്ടോ. ഇന്ന് തന്നെ സാറേ ഇവന്റെ കേസിലെ പേര് മാറ്റണം കേട്ടോ. ഇന്ന് തന്നെ പൊളിശ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വല്ലോ ഒക്കെ ഇടാം. പേരൊരാൾക്ക് വ്യക്തിപരമല്ലേ? എന്നാ പിന്നെ ആയിക്കോട്ടെ. സാറിനെ കാണുമ്പോ നല്ല പേരല്ലേ ശരത്ത് എന്നുള്ളത്? നല്ല പേരാണ്. നല്ല കിടലം പേരല്ലേ. എത്ര മഹാമാർക്കുള്ള പേരാ അത് സാർ. പക്ഷെ ഇങ്ങനത്തുള്ള വെമ്പോക്കികൾക്ക് അത് ഇടുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഒരു മഹാന്മാവിന്റെ പേര് പറയാവോ സാർ? ബാക്കി പറയൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണത്താലാണ് അദ്ദേഹം പരാതി എന്നതിന് ഇവർക്ക് അതിനനുസരിച്ച് ഇവരുടെ അടുത്ത് ചോദിക്കാൻ ഇവിടെയാണ് ഇവര് വന്നിരിക്കുന്നത്. ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കായിരുന്നു. ഇവര് പറഞ്ഞു നീ ഈ കുട്ടിയെ കയറി പിടിച്ചോ. പിടിച്ചില്ല. അപമര്യാദ അലീനെ മോളെ, അപമര്യാദയായിട്ട് എന്താണ് ഈ മാക്കാൻ പെരുമാറിയത്? ഇങ്ങനെ ടൂണും സാറേ അതൊന്ന് പറഞ്ഞേടാ പോലീശരത്തെ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. പറയാത്തൊരു കള്ളം പറയുന്നോടാ, കള്ള പറഞ്ഞിട്ടില്ലടാ. ജോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇദ്ദേഹം ഇത് പറഞ്ഞു എന്നുള്ളത്? അത് പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. അറിയോ ശരത്തെ? അറിയോ? നിങ്ങള് നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കാ ഇവിടെ. നമ്മളിങ്ങനെ എങ്ങനെ കാര്യം പറയാം. ഇത് മോനെ ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയൂ കേട്ടോ. കേൾക്കുന്നില്ല ഞങ്ങക്ക്. മോനെ പുളിശരത്തെ ശരത്ത് പറഞ്ഞേ. മോനെ ശരത്തെ ഒന്ന് വാ തുറക്കൊന്ന്. പുളിശരത്തെ മോനെ അവൻ പെൺപിള്ളേരുടെ മിണ്ടുള്ളതാണ്. ശരിക്കും അങ്ങനെ പറഞ്ഞു. ആളൊന്ന് വെള്ളം കുടിക്കട്ടെ. ഞാൻ ചോദിച്ചത് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചിളക്കൂലേ സാറ്? ഈ കാര്യത്തിനൊക്കെ എടോ പൊളിച്ചേർത്തെ തനിക്ക് കേക്കാവോ? തനിക്ക് അച്ഛനുണ്ടോ? താൻ ആ കൊച്ചിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയോ? ഇല്ല, പേരെന്താന്ന് ചോദിച്ചുള്ളൂ.
അലീനെ പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു അലീനെ? നീ കൊള്ളാലോടി പെണ്ണേ. അതൊന്ന് പറഞ്ഞ മോനെ ഒന്ന്. എപ്പോ നീ എവിടെ ഇടിച്ചു കയറി പോന്നേ? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അങ്ങനെ ആക്കി തീർക്കണമല്ലോ ഇത് നൂരാൻ വേണ്ടിട്ട്. കഴിവറാ മോനെ, നിന്റെയൊക്കെ പ്രശ്നം എന്തുവാടാ? ഞാൻ എന്തുവാടാ ബോളനായിട്ട് തോന്നുന്നുണ്ടോ നമ്മളെ കണ്ടിട്ട്? ഒരു പെണ്ണ് അങ്ങനെയൊക്കെ പറയുമോ? അലീനെ നിന്റെ കുടുംബത്തിലോട്ട് കയറി വന്നപ്പോ നിന്റെ ചേച്ചിയെ കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങളൊരു പോകൺ കട കുടുംബമാണ്. പക്ഷെ ഇത്രയും തലനാടൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരു പെണ്ണിന്റെ എന്റെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ ചന്ദ്രൻ അടുത്ത് നിന്നോണ്ട് നിന്റെ പേര് പൊളിയായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പൊ അവൻ പറയാം അങ്ങോട്ട് മാറി നിൽക്കുക. ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞു ആ ഈഗോടെ പുറത്താണ് ഇതിപ്പോ അവൻ അടിച്ചു കൊന്നു. അല്ല ഇതിപ്പോ ഞാൻ എന്തോ പോലെ ചെയ്യേണ്ടതിനകത്ത് പറഞ്ഞു വരുത്തി തീർക്കണം. ഇങ്ങോട്ട് വന്നേ മോനെ. 1 കോടി രൂപ തരാം. അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സാറിന്റെ അടുത്ത് സമ്മതിക്കണം. മനസ്സിലായോ? നീ കൊള്ളാലോടി പെണ്ണേ. നാണം ഉണ്ടോ ഇങ്ങനെ പറഞ്ഞത്? നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് പറയൂ. കൺമുന്നേ വെച്ച് പറഞ്ഞു സാറേ. സാറേ ഞാനൊരു കാര്യം വേണ്ട സാർ, ഞാനൊരു കാര്യം പറയാം. വേണ്ട സാറേ സാർ ഞങ്ങൾ ഈ കേസ് ഇവിടെ റെഡിയാണ് സാറേ. ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇതാണ് ഞങ്ങൾക്ക്. എന്നാലും ഒരു സ്ത്രീക്ക് അവസ്ഥ വരില്ലേ സാർ? ഇനി ഇയാള് കാരണം വേറൊരാൾക്ക് ഈ അവസ്ഥ വരാതിരുന്നത് സാർ. ഞങ്ങൾക്ക് ഈ കേസ് തരും സാർ. ഞങ്ങൾ കേസ് ഞാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. സാറേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ സാറേ. ഈ 3 പേരെ പിരിച്ചു വിട്ടത് ഇവന്മാരെ കൊണ്ടുവന്നതിനാണോ? അൺകോൺഷ്യസ് ആയിട്ട് പീഡിന്ന് 3 പേരെ പിരിച്ചു വിട്ടായിരുന്നു. അൺകോൺഷ്യസ് ആയിട്ടുള്ള ബോഡീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നവരും പീഡി കൊണ്ടുവന്നു പറഞ്ഞു. ഞാനിപ്പോ ഡ്യൂട്ടി എടുത്തോളൂ. അപ്പൊ എനിക്ക് അതിന്റെ റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല. അത് കാണായിരുന്നു സാർ. അത് കിടിലായിരുന്നു. കല്ലറൊക്കെ പണിത് കൊടുത്ത് നമ്മള് പോലീസുകാരത്തിനെ നമ്മളങ്ങ് ക്ഷമിച്ചു വിട്ടേക്കുന്നു സാറേ. ഓക്കെ. നീ എന്തിനാ ഗുരുവാരപ്പനോ നമ്മുടെ നമ്മുടെ പെൺകൊച്ചിനെ അങ്ങനെ വിളിച്ചിട്ട് ഞങ്ങളെ ക്ഷമിക്കണ്ടേ? ക്ഷമിക്കണ്ടേ? നമ്മള് ക്ഷമിച്ചെന്നാ കൊച്ചിന്റെ നല്ല മനസ്സ് നമ്മൾ ക്ഷമിച്ചു വിട്ടേക്കുന്നു സാറേ. ഇതൊരു പ്രശ്നമായിട്ട് മുന്നോട്ട് ഞാനെന്തിനാ നീ വിളിക്കുമ്പോ വരുന്നേ? എന്തോ സാർ ഇവനൊക്കെ ഇങ്ങനെ പെൺപിള്ളേരോടൊക്കെ ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിച്ചു സാറ് പിടിച്ച് ഇടിക്കണം സാർ. ആ കരിക്കൊന്ന് തോർത്തി കെട്ടി 2 എണ്ണം മുതുകത്ത് കൊടുത്ത് തീരാതെ പ്രശ്നമുള്ള സാർ തന്നായോ? അതൊന്നും പാടില്ല. സാറേ ഭരചന്ദ്രൻ സാറുണ്ടോ? മനസ്സിലായോ? ഇപ്പൊ ഏറ്റവും ടോപ്പ് ആരും ഇവിടെ ഉള്ളതില്. മോനെ അതൊന്നും വലിയ കാര്യം വെക്കണ്ട. നമ്മൾ ക്ഷമിച്ചു വിട്ട് മാപ്പ് സാക്ഷിയാക്കി എന്ന് പറഞ്ഞു പോയാ എന്താണ് നിനക്ക് പോകാൻ പറ്റാത്ത? നിനക്ക് എന്തോ പോകാൻ പറ്റാത്ത? അല്ല അവരെ പിരിച്ചുവിട്ടത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാണ്. ഞാൻ റേഡിയോയിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചന്ദ്രബോസ് സാറേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ 2 കൂട്ടരെയും പരാതി ഞാൻ ഈ ചന്ദ്രബോസിനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. സാറേ മുച്ചിരി എന്നുള്ള ഒരാളെ വൈകുന്നേരം താങ്കള് പോലീസ് വണ്ടിയുടെ ഉള്ളിലിരിക്കെ വെടിവെച്ചിട്ടായിരുന്നു. അപ്പോ സാർ എന്റെ അനിയനാണ്. അനിയനെ എന്തിനാണ് വെടിവെക്കുന്നതെന്നുള്ള 1ാമത്തെ ചോദ്യം. 2 പോലീസ് ജീപ്പിന്റെ ഉള്ളിലിരിക്കുന്ന ആളെ എന്തിനാണ് വെടിവെച്ചെന്നുള്ള 2ാമത്തെ ചോദ്യം. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് ബീച്ചിൽ കൂടെ ഒരു ബൈക്കിന്റെ ബാക്കിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു. ഇതിനെപ്പറ്റി എന്താ താങ്കൾക്ക് പറയാനുള്ളത്? ഈ പറഞ്ഞ 1ാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് എന്റെ അനിയനെ ആരെങ്കിലും അനിയനെ കൊല്ലോ സാർ. ഞാൻ അങ്ങനെ കൊന്നിട്ടില്ല. 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാറേ എന്റെ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ തന്നെ വേറൊരു ഓഫീസറിനെ കണ്ടോ സാറേ? എന്റെ അതേ മുടി കളറ് വേറൊരു കളറ് ഇതുപോലത്തെ ആൾക്കാർ. അപ്പൊ എന്നെ പോലെ ഇരിക്കുന്നത് അപ്പൊ കാണുമ്പോ ചന്ദ്രബോസ് ആണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലത്തെ എന്നെ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്.
ഈ അവരായിട്ട് എന്തെങ്കിലും വിഷയം ആയെന്നാണ് എന്റെ വിശ്വാസം. ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞായിരുന്നു, ഞാൻ അന്വേഷിച്ച് നടക്കുക അയാളെ. വൈകുന്നേരം ആണ് നടന്നത്. വൈകുന്നേരം നമ്മള് നേരിട്ട് സംസാരിച്ചതാണ് ആ കപ്പലിന്റെ വിഷയത്തില്. ആ കപ്പലിന്റെ വിഷയത്തിൽ സാറേ. അതെ, താങ്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് മുഖാന്തരമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മുച്ചിരിനെ ഞാൻ വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടി. ഇതിന്റെ ഗ്യാപ്പിൽ വെച്ചാണ് താങ്കൾ ആ കപ്പലിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ചെന്ന് നിറവേച്ചത്. അത് എന്തിനാന്നുള്ളത് വ്യക്തമാക്കണം. അത് എന്ത് ആയുധം വെച്ച ഉപയോഗിച്ചെന്നുള്ളത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോ അതിന് കേസ് എനിക്ക് വേണം. അതിനനുസരിച്ച് സറണ്ടർ ആവുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ വാറന്റ് ആയിട്ട് വരേണ്ടി വരും. എന്താ നിങ്ങൾ ചെയ്യാൻ? നിങ്ങൾക്ക് വക്കീലായിട്ട് നിങ്ങളെ മുന്നോട്ട് പോവാണോ അതോ കേസിലൂടെ കോംപ്രമൈസ് ആനായിട്ട് സറണ്ടർ ആവാണോ? സാറേ അത് ഞാനില്ല സാറേ. സാറ് ഞാൻ വെടിച്ചു തോന്നുന്നു സാറേ. ആൾക്കാർ ചെതറി ഓടി വരുന്നില്ല സാറേ അവിടെ. ഞാൻ എന്റെ അനിയാന്ന് വിളിച്ചോണ്ട് വരുമ്പോ സാറേ ഞാൻ ചെതറി ഓടി വരുന്ന ആൾക്കാര് എല്ലാരും 4 സൈഡിലോട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ച് വേറെ സാറേ സാറേ എന്റെ കയ്യിൽ ഗണ്ണ് ഇല്ല സാറേ. ഞാൻ എനിക്കിപ്പം അതായത് ഫാമിലിയിൽ തന്നെ ഞാൻ വേറിട്ട് മാറി നിൽക്കും സാറേ. എനിക്കങ്ങനെ ഒരു ആണവായുധങ്ങൾ പോലും ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല സാറേ. എന്റെ ഇല്ലേ സാർ എന്നെ ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു നഖം വെട്ടി പോലും കയ്യിലില്ല പറയുന്നത് സാർ. നഖം വെട്ടി പോലാണ് സാർ ഞാൻ വന്നത്. അത് പരിശോധിക്കാടെ അതൊക്കെ പറ്റിയില്ലേ സാറേ? അതൊക്കെ കയ്യൊക്കെ താത്തിയില്ലേ സമയത്ത്? ഇല്ല സാറേ. ഞാൻ അതൊക്കെ തപ്പി താഴെ എന്താ സാറേ? അല്ല എന്തോ ഇല്ല സാർ നോക്കി സാർ നോക്കി സാർ നോക്കി സാർ. ഇല്ല സാറിന്റെ കൈ പൊക്കിയാലല്ലേ സാർ? സാറേ ഒന്നും ഇല്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയാ. അങ്ങനെ സാധനം ഇല്ല. കൈവശം ഇല്ലാത്ത സാധനത്തെ പറ്റി താങ്കൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ സാറേ. 101 ക്യാഷ് ഇരിപ്പുണ്ട് സാറേ. അത് ഇവിടെ നിന്ന് ഒരു കൊച്ചു പയ്യനില്ലേ, അത് എന്റെ മോനില്ലേ, അവന്റെ കയ്യിൽ ഏതോ പയ്യൻ കൊടുത്തത്, അവന്റെ പിടിച്ചു വാങ്ങിയത്. സാറെടുത്തോ സാറെടുത്തോ. താങ്കള് താഴെ ഇരിക്കുന്നത് എന്താ സാറേ? എന്താ സാറേ? ഇത് ഞാനങ്ങ് എടുക്കാണേ. സാർ എന്തായിരുന്നു? തോക്കോ? കാർബൺ റൈഫിൾ ആയിരുന്നു സാർ. എന്തായിരുന്നു? കാർബൺ റൈഫിലോ? അപ്പൊ സാറിന്റെ കൈവശം വെച്ചതിന് സാറിനെ കഫ് ചെയ്യുന്നുണ്ട്. സാറിന് അഡ്വക്കേറ്റ് ഉണ്ടോ? സാറിന്റെ റൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മൗനമായിരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ പേരിലുള്ള ആരോപണം കൈവശം വെച്ചിരിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ്, AR റൈഫിൾ ആണ്. നിങ്ങൾക്ക് വക്കീൽ ഇനി ഞാൻ സത്യം പറഞ്ഞു സാറേ. സാറേ എന്റെ സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ അപ്പുറത്ത് നിൽക്കുന്നില്ലേ അലീന എന്ന് പറയുന്ന, അപ്പൊ പുള്ളിക്കാരത്തി ആളെ അടിച്ചിട്ടത് ആ തോക്ക് വെച്ചിട്ട. അപ്പൊ ഞാനത് തൊണ്ടി മുതൽ എന്തായാലും കാണിക്കണല്ലോ. നമ്മളെന്തായാലും ഇതിനു വേണ്ടി ഒന്നല്ലേ. അപ്പൊ ചന്ദ്രൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് ചന്ദ്രന് നല്ല വ്യക്തത ഉണ്ടല്ലോ അല്ലേ? അതെ. അലീനെ വിളിച്ചിട്ട് ചോദിച്ചു. ഞാൻ ഇവിടെ നിൽക്കാം സാർ. അലീനെ വിളിച്ചു കഴിഞ്ഞിട്ട് അടിച്ച ആണവായുധം ചന്ദ്രന്റെ കയ്യിലെല്ലാം ചോദിച്ചു. ആണവായുധമല്ല, ആയുധം. വേറെ വേറെ ഉപയോഗിച്ച് പിന്നെ നമ്മളൊന്നും ഇവിടെ ഇല്ലേ? ഇല്ല. അതെ സാർ. അതെ സാറേ. സാർ ഒന്ന് ചോദിച്ചോ അലീനയുടെ അടുത്തൊന്ന്. ഇത് ആദ്യത്തെ കേസ് നമ്മളിവിടെ കോംപ്രമൈസ് ചെയ്താണ്. അപ്പൊ അതിനകത്തുള്ള തൊണ്ടി മുതലാണ് തൊണ്ടി മുതലാണ് അലീന ഇത് വെച്ചിട്ട് കറക്കി അടിച്ചത് അവനെ. പക്ഷെ ഈ ആയുധം വെച്ചിട്ടാണ് താങ്കൾ മറ്റേ ഓഷ്യൻ ഹൈവേ ബീച്ചിന്റെ അവിടെ വെച്ചിട്ട് മുച്ചിരിനെ എതിരെ ഫയർ ചെയ്തത്. ആ ഗണ്ണിനകത്ത് ബുള്ളറ്റും കാര്യങ്ങളും എടുത്ത് നോക്കണം. ബലസ്റ്റിക് റിപ്പോർട്ട് നമുക്ക് കിട്ടും ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് സാറിനെ വിളിക്കാം, ഞാൻ ഒന്ന് ഹാജരായിക്കോളാം. 2 താങ്കളുടെ ഇതിൽ കൈവശം വെച്ച് മാരകായുധം കൈവശം വെച്ചതിലുള്ള കേസ് ഓൾറെഡി കൺവിക്റ്റഡ് ആണ്. ഉണ്ടയുണ്ട് സാറേ. 2 മൂന്നാമത്തെ കാര്യം 422 ബുള്ളറ്റ് ഉണ്ട്. 420? അപ്പോ സാർ ഉണ്ടെന്നില്ല സാറേ. അതന്നെ ഞാൻ ചോദിക്കുന്നത്. ഇതിന് മാത്രം മാരകായുധവും അതിന്റെ ശേഖരമായിട്ട് ഭീകരാക്രമണം നിർത്താൻ പോകണം. ഈ സാറേ ഭീകരാക്രമണം സത്യം സാറേ. ഇത് ഞാൻ അലീന അറിയാണ്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ആയുധം നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്നത് ശരിയല്ലല്ലോ സാറേ. അപ്പോൾ ഇതുകൂടി സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് വന്നത് സാറേ. ഇത് കുറ്റബോധം പേര് ജീവിക്കുന്നതല്ല നല്ലത് സാറേ, ആത്മഹത്യ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ജീവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് ഫുള്ളി കംപ്ലൈന്റ് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിലോട്ട് തന്നെ വന്നത് എല്ലാരും കൂടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലീനയോട് പറയൂ, ഇത് ഈ മാരകായുധം ഉപയോഗിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു തെളിവ് തരാൻ പറയൂ. ഉറപ്പായിട്ടും സാർ. ഞാൻ വിളിക്കുമോ അലീനെ?
ഞാൻ ഇവിടെ നിൽക്കണം, ഞാൻ വിളിച്ചിട്ട് വരാം. ഓടാൻ വല്ല വഴിയുണ്ട്? അതേ ഒരു വഴിയില്ലേ? ഗ്ലാസ് ആരെങ്കിലും പൊട്ടിച്ചേരുവോന്ന്? ഗ്ലാസ് ആരെങ്കിലും പൊട്ടിച്ചേരുവോടെ? നൈസായിട്ട് കൊണ്ടുവന്നെ ഇരുത്തിയാട്ടെ അതിൻ്റെ അകത്ത്. വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക്? എന്തിൻ്റെ കഴപ്പായിരുന്നു എനിക്ക്? അലീന സിറ്റിസൺ ആണ്, കേസ് കൺവേർട്ട് ആവുന്ന കർമ്മ. എന്ത് കർമ്മ? നമ്മൾ എത്രയോ വലിയ കേസിൽ നിന്ന് ഊരിയിരിക്കുന്നു. പിന്നെന്താ വരാത്തവര്? കൊണ്ടുപോയാലിനെ? ശരാന്തൽ എന്താ ഇത്? നിങ്ങൾ വരുമോ എന്നെ കഫിൻ ചെയ്തിട്ട്? ഒരു വെടിയുള്ള സൗണ്ടല്ലേ കേട്ടത്? സാറേ! സാറിനെ കൊന്ന്. ആര്? ആരോ കൊന്ന് അങ്ങേരെ. ഇതിന്റെ അകത്ത് കൊന്ന്. എന്നാ കേരി അടിച്ച് കൊണ്ടുപോടി. ആരോ ഒന്ന് നീകമല്ല വന്നാ? എടി എന്നെ എടുത്തോണ്ട് പറ്റത്തില്ല. കഫ് ചെയ്ത് വെച്ചേക്കോ. വെയിറ്റ്. നീകനെ ഇതുപോലെയൊക്കെ ചെയ്യത്തുള്ളൂ. നേരെ ഒന്ന് എന്നാ വേറൊരാളെ വെടി വെച്ചത്. പക്ഷെ സാറേ ഒന്ന് വിളിക്കുവോ? സാറൊന്ന് വിളിക്കുവോ? എനിക്ക് അറിയണ്ട, കഫായി പോയതാ. കണ്ടില്ല ഒരു മാസ്ക് ഇട്ട ആളാ. മാസ്ക് ഇട്ട ആര്? മറ്റേ മോനാണോ? സാറേ എന്നെ ഒന്ന് അൺകഫ് ചെയ്യാവോ? ഞങ്ങൾ ആക്ച്വലി സംസാരിച്ചോണ്ട് നമുക്ക് ഊരാൻ പറ്റത്തില്ല സാറേ. ആക്ച്വലി എന്താണെന്ന് അറിയാം, നമ്മുടെ ഒരു ഓഫീസർ ഇപ്പൊ ഡൗൺ ആയിക്കോ. അത് കാരണം കഫ് അഴിക്കാൻ പറ്റത്തില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണ്ട. പുള്ളിയല്ല. പക്ഷേ ലൈക്ക് നമുക്ക് പുള്ളി ഇപ്പൊ കഫായ സമയത്ത് എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുറത്തേക്ക് നിർത്താം. ഡൗട്ട്. എടാ എന്തൊക്കെയാ സംഭവിച്ചേ? മൂവ് ആവൂല ഇവിടെ നിന്ന് മൂവ് ഒന്നും ആവൂല. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എനിക്ക് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ലല്ലോ. സാറിനെ സ്റ്റേഷനിൽ ഒന്ന് കൊല്ലേ.
ഓട് ഓട് ഓടടി. വണ്ടി പൊടി കുതിര വണ്ടി കേറി വണ്ടിയുടെ പുറത്താടി വണ്ടിയുടെ അപ്പൂ വെടിയപ്പും ബഹളോ അവിടെ. തീവ്രവാദികളോ അതാരത്? അത് ഭീകരാണോ അത്? ഇതെന്താ ഇത്? ലീഗിന്റെ വണ്ടിയാണല്ലേ. എടാ ആര് പിടി എടാ എടാ വണ്ടി പിടിയടാ ഒരു വണ്ടി അല്ലെങ്കിൽ ഇവിടെ നിർത്തടാ. എടാ കഞ്ചാവ് ചെറുക്കൻ ഇതെന്താ നീ കാണിക്കണേ? ഹലോ അണ്ണു മോനെ ചന്ദ്രു ഞാനവരെ പിടിച്ചിരിക്കടാ. കഫ് കാണൂലെങ്കിൽ അല്ലല്ല കഫല്ല സൂര്യാത്തേറ വെടിയപ്പടാ. എന്നെ കൊല്ലേ സാറേ. ആ സാർ അറിയാണ്ട് കഫ് ചെയ്ത് തന്നെ എന്നെ അൺകഫ് ചെയ്യുന്ന. ഇതെന്താ സാറേ അറിയാണ്ട് കപ്പ് ചെയ്തയാ. ചന്ദ്രു ഞാൻ പോയി 2 വെടി വാങ്ങട്ടെ, അങ്ങനെയാലും നമുക്കൊരു സിറ്റുവേഷൻ. അവൻ ആരവൻ? ആ വെടിക്കുന്ന ആരവൻ? ഇത്ര ധൈര്യം വെടിച്ച് കൊല്ലട അവനെ. പോയി മോളി കൊണ്ടു അണ്ണുവിന്റെ അടുത്ത് അണ്ണുവിന്റെ അടുത്ത് സ്പീഡ് ചെയ്തല്ലോ. അണ്ണു ഇതാരാ? ഇതാരാ? ഇത് ശ്രീകുട്ടിയുടെ ഭർത്താവ്. ഭർത്താവിന്റെ പേരെന്താ? പരിചയപ്പെട്ടില്ലല്ലോ. നിങ്ങളുടെ പ്രശ്നം എന്താണ് ആക്ച്വലി? ഞാൻ ഇവന് ഭാസ്കറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഇതിപ്പോ ഇതിനാണോ ഈ ഭാര്യയായിട്ടൊക്കെ വരുന്നത്? കുഴപ്പമൊന്നുമില്ല. നമ്മള് എന്താ പറയാ നമ്മുടെ അതാണ്ട ഭാര്യയുടെ തോളത്ത് ഇത് കണ്ടോ? സമ്മതിക്കത്തില്ല. ചൂടാവല്ലേ എല്ലാം പറഞ്ഞില്ല ശ്രീകുട്ടി. ശ്രീകുട്ടി നിന്റെ കുടുംബം എടുത്ത് ഞാൻ എസ്കലേറ്റർ ഇടയ്ക്കിട്ട് മാറണ്ട. നിന്റെ ഭാര്യയാണോ? ഹലോ മോളുടെ ഭർത്താവാണോ അത്? ഉറപ്പാണോ? കുട്ടിയോട് തോന്നണ്ടേ? എന്താ നടക്കണേ? ആ അപരാധി മോൻ പോയോ? മറ്റവൻ രാമേന്ദ്രനോ? താഴത്തെ ഓഫീസറുടെ ഒരു പോലീസ് ഓഫീസറിനെ പീഡി കയറി കൊല്ലിയോ? ആരാ കൊന്നല്ലേ ഒരു ഓഫീസറിനെ കയറി? ഇവിടെ കൊന്നറ ഒരു സാറിനെ. ആ മുട്ട നമ്മള് സേഫാ. എന്നെ എടുത്തോണ്ട് ഓടിയുണ്ട്, അല്ലെങ്കിൽ അവൻ എന്നെ കൊന്നറിഞ്ഞാനെ. ചന്ദ്രബോസ് കണ്ട ആളെ തിരിച്ചറിയാൻ പറ്റുമോ? അവിടെ വന്ന ആളെ തിരിച്ചറിയാൻ? ആളുടെ ഒരു മറ്റേ ജെയിംസ് ബോണ്ടിന്റെ കാറാണ്. കാറോ? സ്റ്റേഷന്റെ ഉള്ളില് താങ്കള് കഫ് ചെയ്ത് വെച്ച അതേ റൂമിനകത്ത് ജീവൻ കൊണ്ട് ഞാൻ ഇറങ്ങി പെടഞ്ഞ് ഓടുന്നതിന്റെ രീതിയിൽ അയാൾ കാർ ഓടിയില്ലല്ലോ സാറിന്. ഞാൻ എടുത്തോണ്ട് ഓടി തന്നെ. മാസ്ക് ആയിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, മാസ്ക് ആയിരുന്നു ഫുള്ള്. ഒരു പിസ്റ്റല് മൂട്ടില്, സാധാ പിസ്റ്റൽ അല്ല സാർ, അത് വേറൊരു സർപ്രൈസ്ഡ് ആണോ? സർപ്രൈസ്ഡ് ആണ്. എന്തായാലും ചന്ദ്രബോസ് താഴെ ഇറങ്ങും. ഓ സാർ ഞാൻ പേടിയോണ്ട് ഞാൻ പെട്ടെന്ന് കയറിയാണ്. എന്നെ ഒന്ന് ഇറക്കോ? കാരണം അഴിച്ചിരുന്ന കാര്യത്തിൽ സംസാരിക്കാറുണ്ട്. ഇത്രയും വലിയ സിറ്റുവേഷൻ നടക്കുമ്പോഴത്തേക്ക് നമ്മളോട് കൂടെ നിൽക്കണ്ട നിങ്ങളെ. സാർ ഇത്രയും നമുക്ക്
സാറേ അവനെ ഞാൻ പിടിച്ചേരും സാർ. എനിക്കൊരു 5 മിനിറ്റ് ഇതാ ലക്ഷ്യം വണ്ടി എടുത്തോളൂ. ഇന്ന് അവനെ ഈ പീഡിക്കേറിട്ട് ആരവൻ സാറേ സാറേ നമ്മൾ ഉത്തരവാദിത്തമുള്ള സിറ്റിസൺ ആണ്. നമ്മളാ പീഡിക്കേറിട്ട് ഒരു ഓഫീസറിനെ നല്ലൊരു വക്കീലിനെ വെച്ചേര്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സാറ് നോക്കിയിട്ട് പറഞ്ഞു. സാർ നോക്കിയിട്ട് ഡ്രസ് ഇട്ടുമ്പോഴത്തേക്ക് പറഞ്ഞ് ഞാൻ വന്ന് ഹാജരായിക്കോളാം സാറേ. ഓക്കെ, ഞാൻ എന്തായിരുന്നാലും ചാർജ് ഷീറ്റ് ആയിട്ട് വരാം. ഓക്കെ സാർ. സാറേ നിങ്ങൾ ഈ അന്തരീക്ഷം ഒന്ന് കൂളാവണ ഒന്ന് മാറിക്കട്ടെ ഇവിടുന്ന്. ഓക്കെ ഓടിച്ചോളിക്കോ. എടാ തെണ്ടി തരാടാ. വണ്ടി കയറ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കല്ലേ. പാമ്പിടിച്ചവന്റെ ആക്ടിങ് അല്ലേ. എന്നാലും പീടി വെടിച്ചാറോ ഒന്ന് ഇവിടെ. ഞാൻ പറയട്ടെ എന്റെ ഒരു ഇത് ആ പീഡിന്ന് തന്നെ ഇറക്കി വിട്ടവരാണെന്ന് തോന്നുന്നു മിക്കവാറും വന്നത്. ബിക്കോസ് ആ പിസ്റ്റല് എടി കള്ളി സാറേ കള്ളിയാണ് സാറേ കള്ളി. എടി കള്ളി എടി നീ ഒരു കള്ളിയല്ലടി. എന്താ അറിയോ yesterday you gave me chocolate no നന്നായിട്ടുണ്ട്. thank you so much for chocolate. എന്ത് ചോക്ലേറ്റ്? ചന്ദ്രു മറ്റേ എക്സ്പയറി കഴിഞ്ഞ മിഠായി നമ്മള് ഗ്യാങ്സിൽ നിന്ന് കളയാൻ പോയില്ലേ? നമുക്ക് ഒരാൾ ലവ് യു തിരിച്ച് ലവ് യു പറയണ്ടേ? ഐ ലൈക്ക് യു എന്നാ പറഞ്ഞേ. എന്താ പറഞ്ഞിട്ട് പോയത്? മുട്ടായി കൊടുത്തുന്നോ? ഞാൻ പോലും അവരുടെ ഡയറി മിൽക്കിൽ തുണ്ട് പോലും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെയാണ് ഞാൻ ഇവക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. പിന്നെ